ഞാൻ അതിനാണ് ഇത് ചെയ്തത്. അതായത് അതിനാണ് ഞാൻ എന്താ പറയുക, റീചാർജ് ചെയ്തത് അതിനാണെന്ന്. ഹലോ ഗൈസ്, അതെ ഞാൻ പറഞ്ഞങ്ങ് തീർത്തോട്ട്. അതെ, വന്ന് കമന്റ് ഇടുന്ന കമന്റോളി മക്കളെ, ഷെഫീനക്ക് മറുപടി ഉണ്ട്. അതുകൊണ്ടാണ് കമന്റിന് മറുപടി കൃത്യമായിട്ട് അവിടെ തരുന്നത്. പിന്നെയും കമന്റ് ഇടുക, പിന്നെയും തമാശ പറയുകയാണെങ്കിൽ ഇതേ ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിനുള്ള ആൻസർ. പിന്നെ ഒരു 100 വട്ടം പറഞ്ഞ കഥകൾ തന്നെ നല്ല രസമുണ്ടല്ലേ. മഴ പെയ്യും, അപ്പൊ ആ കാര്യം പറയാനാണ് വന്നത്. നിങ്ങൾ വെറുതെ കിടന്നു പുതിയ ഉടുപ്പിന് അഡ്വർടൈസ് അത് വേണ്ട. അല്ല എന്താ പറയണേ, വണ്ടി നിർത്ത്, ആ വീട്ടിൽ കയറി 2 പൊട്ടീര് കൊല്ലവളെ എന്താടി നിർത്തടി, വണ്ടി നിർത്ത്, സൈഡ് നിർത്തി, തെറി വിളി ചൊല്ല്. വേണ്ട, തെറി വേണ്ട, കയറി വെട്ട്, ചെല്ല്, നാട്ടുകാരോടത്തൊക്കെ പറ, ചെല്ല്. എന്തു പറയല്ലേ, ബോട്ടിൽ കയറുന്ന ബോട്ട് ചെട്ടിയില്ല, ചെല്ല്, വണ്ടി നിർത്താൻ, വണ്ടി സൈഡിൽ നിർത്തു. ഹലോ ട്രിവീനോ, വണ്ടി സൈഡിൽ നിർത്ത. ആളില്ലാത്ത വീട് നോക്കി നിർത്തണേ, ആള് പുറത്തിറങ്ങാത്തണക്കുള്ള എടുത്ത് നിർത്തണം. വീട് നോക്ക്, ആളില്ലാത്ത വീട് നോക്കി സൈഡിൽ നിർത്തിക്കോ, രഹസ്യമായിരിക്കണം. വിൻഡോ തല്ലി പൊളിച്ചതായിരിക്കണം. ആ ശരിയാ, അത് കറക്റ്റ് നോട്ട് ചെയ്താണ്. സൈഡ് മിണ്ടായി. നാട്ടുകാർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിൽ പോണ്ട, ആളില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ട് നിർത്തും. ഓക്കെ, ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് നിർത്തണം കേട്ടോ. ഒരു കടയും കൂടി നോക്കണം കേട്ടോ. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് പറയാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയത് വാങ്ങിച്ചോണ്ട് ഓടി. ചേച്ചി ഇപ്പൊ ഇട്ട ബോട്ടിന്റെ വീഡിയോ പൊളിച്ചു. അത്രേ ഉള്ളൂ മക്കളെ, അത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ച കള്ളത്തി ഒരുത്തി വണ്ടിക്കകത്തിരുന്നുണ്ട് കുരക്കണേന് എന്റെ അടുത്ത് മറുപടി ചോദിച്ച് വരരുത്. എനിക്ക് വയ്യ, ഞാൻ 2 ദിവസമായിട്ട് പല്ലൊക്കെ എടുത്ത് വേദനിച്ച് പല്ല് കൊഴിഞ്ഞൊരു സിംഹമാണ് ഞാൻ. പല്ല് കൊഴിഞ്ഞൊരു സിംഹമാണ്. എസ് ഇട്ടിട്ട് ഞാൻ ഇരിക്കാം. ആര് കേക്കത്? വണ്ടി സൈഡ് ആളില്ലാത്തടത്ത് നിർത്തും, ആളില്ലാത്തടത്ത് നോക്കി നിർത്ത്. ഇറങ്ങി വാടി എടി, ഇറങ്ങി വരാൻ നിന്റെ അടുത്താണ് പറഞ്ഞത്. എടി ഇറങ്ങി വാടി, എടി ഇവിടെ വാടി, ഇവിടെ വാടി. ഈ വരയിൽ വന്ന നെല്ലടി, ഇവിടെ വന്ന നെല്ലടി, നിന്നെ ഞാൻ പെടുപ്പിക്കും. നോക്കൂ, ഞാൻ അവളുടെ സ്വന്തം വീട്ടിന്റെ താഴെ ഉണ്ട്. നോക്കൂ, വീട് പൊട്ടിക്കിടക്കണം. നോക്കൂ, ഞാനിവിടെ വന്നിട്ട് വിളിക്കുകയാണ്, ഇറങ്ങി വാടി, എടി ഇറങ്ങി വാടി. ഞാൻ നിന്നെ ഇപ്പൊ മൂക്കി കയറ്റോടി, വാടി, എടി വാടി, എടി ഇറങ്ങി വാടി മോനെ, ചെല്ല്. ബാളല്ല, നീ തോക്കാണ് കൊണ്ടുവേണ്ടത്. തോക്കം കൊണ്ട് പോയിട്ട് വാടി. ഗത്ത് വന്നാ ഇല്ല, എത്ത് കൂടെ ഗത്താകണം. നീ ആ ഇളയ ചെറുക്കനെ കൊണ്ടുവരണ്ടായിരുന്നു, അവനല്ലായിരുന്നാ വേണ്ടത്. അവനായിരുന്നു പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എടി ഇറങ്ങി വാടി, എടി ഒറ്റ തന്തയ്ക്കുണ്ടായ പോസ്കോ തന്തയുടെ മോളെ, ഇറങ്ങി വാടി. നിന്നെ ഇന്ന് ഞാൻ ഷേവ് ചെയ്യോടി, വാടി. 2 മിനിറ്റ് ആയ, നമുക്ക് പോവാം. ഇല്ല, 16 മിനിറ്റ് ആവാം. നീ വണ്ടി എടുക്ക, അടുത്ത സ്പോട്ടിൽ പോവാം. നമുക്ക് അടുത്ത ശത്രുവിന്റെ അടുത്ത് പോവാം. നമ്മളിവിടെ നിന്നു ഗൈസ്, കേട്ടല്ലോ. ഞങ്ങൾ ഇവിടെ വന്ന് നിന്നു, നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അവൾ ഇറങ്ങി വന്നിട്ടില്ല, അവൾ അതിനകത്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറ. നമ്മൾ സാധാരണ അല്ലെങ്കിൽ വിളിച്ച് തെറി വിളിക്കാനൊക്കെ ഫോൺ നമ്പർ അറിയാം. ഞാൻ താഴെ വന്ന് നിൽക്കുന്ന വാടിന്ന് വിളിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ഇവള് വിളിക്കുന്നിടത്തൊക്കെ ചെല്ലാൻ നമ്മൾ എന്താ ഇവളെ വാലാട്ടി പട്ടിയാ എന്തുവാ? ഓ, എനിക്ക് വയ്യടേ, പല്ലിന്ന് ബ്ലഡ് വരും, കിടന്ന അലറിയാ. എന്നാലും എടാ, ആളില്ലാത്തടത്ത് വണ്ടി ഒതുക്കടാ, ആളില്ലാത്തടത്ത് വണ്ടി ഒതുക്കടാ, ആളില്ലാത്തടത്ത് വണ്ടി ഒതുക്കണം. ജനലും കൂടി വേണ്ടേ, അതും കൂടി അന്വേഷിക്കണ്ടേ? നമ്മൾക്ക് ജനലും കാണണം, ആളില്ലാത്ത സ്ഥലം കാണണം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലേ അവരെന്ന്? അത് ശരിയാ. അയ്യോ,
ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും കട്ട വെയിറ്റിംഗ്. നിങ്ങൾ ഇത് കാണുക, നിങ്ങൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. ലൈവ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഒളിച്ചോടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഊട്ടിയിലേക്ക് ഊട്ടിക്ക് പോയിരിക്കുകയാണ് ഞങ്ങൾ ഒളിച്ചോടിയിരിക്കുകയാണ്, നമ്മൾ പേടിച്ചൊളിച്ചോടിയിരിക്കുകയാണ്. പല്ലു കൊഴിഞ്ഞൊരു സിംഹമാണ് ഞാൻ പല്ലു കൊഴിഞ്ഞ സിംഹമാണ്. ഇന്നലെ എന്റെ പല്ല് പോയി എടുത്ത് ആ പന്ന ഡോക്ടർ വേണ്ട, നല്ല ഡോക്ടർ, സൂപ്പർ ഡോക്ടർ, പിടിക്ക് പറക്കി തൂരെ കളഞ്ഞങ്ങേര്. അതുകൊണ്ട് വയ്യടേ, അല്ല സത്യമായിട്ട് വയ്യാത്തോണ്ടാ, സത്യമായിട്ട് വയ്യ. ആദ്യം പേടിച്ചു പോയി, ഞാൻ കരുതി യാത്ര പോയപ്പോലെ സാധ്യതയുണ്ട് കേട്ടാ. എന്റെ പറമ്പുണ്ടല്ലോ, ഏകദേശം പ്രേതാലയം പോലൊരു സ്ഥലമാണ്. അപ്പുറത്ത് മാമാക്ക് 5 ഏക്കർ, ഇപ്പുറത്ത് മാമാക്ക് ഇവിടെ 6 ഏക്കർ, താത്താക്ക് ബാക്കിൽ 1 ഏക്കർ, എന്റെ 1 ഏക്കർ. ഇങ്ങനെ ഒരു ആരും താമസം ഇല്ലാത്തൊരു ഏരിയയാണ്. അവിടെ ഒരു കോഴി ഫാം മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ഇവളെ കണ്ടാ കല്ലെടുത്തെറിയും. അവൻ രാവിലെ അവിടെ കാണത്തില്ല, തീന വാങ്ങിക്കാനെ കാണാൻ പോയി. നിലീവട്ട അവിടെ ഉണ്ടെങ്കിൽ അവൾ അടിയും വാങ്ങിച്ചോണ്ട് ഓടിയാണ്. ഒന്നും പറയാനില്ല ഡേയുടെ. നമുക്ക് ഈ കോമഡി പീസിനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല, സത്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? അമ്മയ്ക്കെതിരെ മഴയുള്ളപ്പോ ഇറങ്ങണ്ട്, അതുകൊണ്ടായിരിക്കും മഴ എന്ത് വരാത്തത്. അമ്മയ്ക്കെതിരെ അമ്മയെ കിടന്ന് തെറി വിളിച്ചിട്ട് അമ്മ കൊണ്ടുപോയി കേസ് കൊടുത്തു. എരവിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ ഇന്നലെ 2-3 ദിവസമായിട്ട് ഒരു കിടന്ന് വിളിക്കുന്നുണ്ട്, ഇവള് ഫോൺ എടുക്കുന്നില്ല. അതൊരു കാര്യം. ഞാൻ ഷാജിയേട്ടനാ തെറി വിളിച്ചതിന്. ഷാജിയേട്ടൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഷാജിയേട്ടൻ കൊണ്ടുകൊടുത്ത് എല്ലാവരും എന്താ ചെയ്യണമെന്നറിയാം. അപ്പം ഞാനും അങ്ങനെ തന്നെ ഇടയിൽ അവരെയും പറഞ്ഞിട്ട് കാര്യം, പോലീസുകാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുണ്ടേ പെറ്റീഷൻ കൊടുക്കും, പിന്നെ അനങ്ങൂല, പിന്നെ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത്. എനിക്ക് ഈ ശവത്തിനെ കാണുന്ന തന്നെ കണ്ടുകൂടാ. ഞാൻ ഈ ചാനലേ കാണാറില്ല. നമ്മുടെ കൂടെയുള്ള ആരും, ഇന്നലെ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണ്ടേ. ഈ താഴെ വന്നപ്പോൾ ആ ചേച്ചി ആ ചേച്ചി പറഞ്ഞ വോയിസ് ഉണ്ട്. ആ ചേച്ചി, ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, വാട അവിടെ നിന്ന് ഇവിടെ വന്ന് എന്തൊക്കെ കുരച്ചോണ്ട് പോയി 2 കൊടുത്തങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞു, ആര്? ആ പെണ്ണാ ഇറങ്ങിയത്? അല്ല, ആ കൊച്ചു പെണ്ണാ ഇറങ്ങിയെന്ന്. പക്ഷെ ആ കൊച്ചുകൊണ്ട് എന്തെന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല പറഞ്ഞങ്ങ് കൊടുത്തു വിട്ടിട്ട് ചുമ്മാതെ ആരെങ്കിലും തെറി വിളിക്കുമെന്ന്. അത് ചോദ്യം തന്നെയല്ലേ ചോദിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, പോലീസുകാരന്റെ മോൻ പോലീസുകാരനാവും, പിന്നെ എഞ്ചിനീയറുടെ മോൻ എഞ്ചിനീയർ, ഡോക്ടറുടെ മോൻ ഡോക്ടറാവും, ഗുണ്ടിയുടെ മോൻ ഗുണ്ടിയാവും. അത്ര തന്നെ. അതിലിപ്പോ തർക്കം എന്താന്നിരിക്കുന്നു. വീട്ടിൽ വരാൻ നിങ്ങൾ ഇന്നലെ വൈകിട്ടത്തെ രാത്രിത്തെ ലൈവ് എടുത്ത് നോക്കാം. ഒന്നാമത് അതിനകത്ത് ഭയങ്കര പുഴുക്കമാണ്. ഞങ്ങൾ ആ കതവ് ഒരു കാലം അടച്ചിടുന്ന കതവല്ല. ഞങ്ങളുടെ വീട്ടിന്റെ ഡോറ് ഒരു കാലവും ഞങ്ങൾ ക്ലോസ് ചെയ്യാറില്ല. തുറന്നു കിടക്കുന്ന ഡോറിന്റെ അടുത്ത് വന്നെന്നുള്ളതാണ് എനിക്ക് കേൾക്കേണ്ടത്. അങ്ങനെ തന്നെ പറയാൻ പറ വീട്ടിൽ വന്നിട്ട് പോയതെന്ന്. അത് തന്നെ. ആരടി എന്റെ കുഞ്ഞിനെ പറയാ. എനിക്ക് അയ്യോ, നിന്റെ കുഞ്ഞിനെ പറഞ്ഞ എപ്പാ? അതേത്? രമ്യ വ്ലോഗ്സ്. അത് ശരിയാ. അടി, നിനക്ക് എന്റെ കുഞ്ഞിനെ പറയാമോടി? എന്റെ കുഞ്ഞുങ്ങളെന്തടി റോഡിൽ കിടക്കണ? അതെന്തരടി? ഞാനിങ്ങനെ വെപ്പാട്ടന്റെ കൂടെ ഇരുന്നല്ലേ ചാപ്പാട് കൊടുക്കണം. ഞാൻ അധ്വാനിച്ചു കൊടുക്കുന്നതല്ലേ. എന്റേത് ഷുവറാ. നിങ്ങളെ ഷുവർ തന്നെ. അതിന്റെ ദുരന്തം മുഴുക്ക ഞാൻ അനുഭവിക്കണം. നിങ്ങളെല്ലാരും കൂടെ കേസ് കൊടുക്കും, ദുരന്തം മുഴുവൻ നമ്മൾ അനുഭവിക്കണം. ഒരു കാര്യം, നിങ്ങൾ ഈ കേസുകൾ അത്രയും നടന്നു കൊടുക്കും, ബാക്കിയുള്ളത് മുഴുക്ക നമ്മൾ അനുഭവിക്കണം. ഞാൻ ഇന്നലെ അറിഞ്ഞ പോലും ഇല്ല. എനിക്ക് എന്നാലും വൈകുന്നേരം ഒത്തിരി കമന്റ്സ് ഒക്കെ വന്ന. ഈ ഷാജിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ പേരൊന്നും പറയാൻ പോവല്ലേന്ന്. ഞാൻ അതുകൊണ്ടാണ് ഇഗ്നോർ ചെയ്ത. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എവൾ അവിടെ വന്ന് കിടന്ന് കുരച്ചാലും മാത്രം നിമിഷം കൊണ്ട് പോലീസ് വരും, തൂക്കിക്കൊണ്ട് പോകും. അവര് എന്താടാ പോലീസ് സ്റ്റേഷൻ എന്താ പറഞ്ഞേ? RHS ലിസ്റ്റിലുള്ള മൂദേവിയാണ്. നമ്മൾ അതിന്റെ പേർത്ത് എന്തെന്ന് പറയാം? പോലീസുകാരുടെ കെടുകാര്യസ്ഥത നമുക്ക് അതിനകത്ത് കാര്യമില്ല. മാത്രമല്ലേ ബാക്കിയുള്ള സ്ഥലത്തുള്ള കേസുകൾ ആര് പറയുമെന്തോ. അത് ആ പോലീസുകാരുടെ കെടുകാര്യസ്ഥതയാണ്. അത് നമ്മുടെ വിഷയമല്ല. അത് കല്ലമ്പലം പോലീസ് സ്റ്റേഷനാണ് എന്റെ സ്റ്റേഷൻ പരിധി. നിങ്ങൾ അവിടെ അന്വേഷിച്ചാൽ ഞാൻ ഏത് BHSലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു തരും. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഞാൻ കാണാറില്ലെങ്കിലും കൃത്യമായി റിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നലെ റിപ്ലൈ ഇട്ടത്, റിപ്ലൈ ഇട്ടത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് ഇന്നിപ്പം ഒത്തിരി പേര് വന്ന് എനിക്ക് കമന്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലായത്. അല്ല ഞങ്ങളാരും കാണാറ്. ഇവിടെ ഷാജി കണ്ടായിരുന്നോ? ഷാജി അന്നമ്മ കണ്ടായിരുന്നു. അന്നമ്മ അടുത്ത് ഞാൻ വിലക്കിയിട്ടുണ്ട്, പബ്ലിക്കായിട്ട് തന്നെ വിലക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഇൻഫർമേഷൻ പറയണ്ട. അവളെ ചാനൽ കാണുന്നവരെ ഞങ്ങളെ ഗ്രൂപ്പിൽ പോലും നിർത്താറില്ല. അതെന്തൊരു ചാനല്, അതെന്തിനാണ്? അതിന്നിപ്പോൾ കണ്ണം പറഞ്ഞാണ് വലിയൊരു കാര്യം. കണ്ണം പറഞ്ഞ എന്താണെന്നറിയാമോ? ലോക ഫ്രോഡ്.
എത്രയോ കേസുള്ള ഒരുത്തി ഇരുന്നുണ്ട് പതിരം പറയുന്നു. ഇത് കേക്കാൻ പോയിരിക്കുന്ന അതിനേക്കാൾ വലിയ കൂതറാള്. അത്രയുള്ളൂ. ആ പ്രായത്തിലുള്ള ഒരു പെങ്കൊച്ചിനെ നാട്ടുകാരെ വീഡിയോ കാണിക്കാൻ ഒരു അമ്മ എങ്ങനെയാ വിടുന്നത്? അതൊക്കെ അവരുടെ അടുത്ത് ചോദിക്കണം. ഒരു യഥാർത്ഥ അമ്മയാണ്. അതുകൊണ്ടാണല്ലോ മറ്റൊരാളുടെ വീട് കയറാൻ ട്രസ്പാസ് എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാൽ, നമ്മളെ കമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അത് ക്രൈമാണ്. FIR ഇടും, പിടിച്ചകത്ത് കൊണ്ടിടും. തർക്കമില്ല. നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകുമോ? ഇല്ല. ഞാൻ ഒളിച്ചോടുകയാണ് വിനീത, ഞാൻ ഒളിച്ചോടുകയാണ്, ഞാൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി പോവേണ്ട, രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവൾ ഷെഫീന വന്ന് കമന്റ് ഇട്ടത് കണ്ടോ? ഞാനാ അണ്ടർ ഏജിൽ ഉള്ള എന്റെ മോളെ നീ പറഞ്ഞില്ലേ എടി പോടി നാറി തക്കാളി മോളെ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരുടെ ഇതിനകത്ത് പോയി കമന്റ് ഇടാറില്ല. അഥവാ എന്റെ സുഹൃത്തുക്കളുടെ ഇതിനകത്തല്ല, വെറുതെ കൊണ്ട് തെളിയിക്കും. എന്റെ ഫേക്ക് ഐഡിയ ഒക്കെ വന്ന് പറയണമെങ്കിൽ അതിനൊന്നും ഞാൻ ഉത്തരവാദിത്തം പറയാനൊക്കത്തില്ല. ഞാൻ എന്റെ ടൈം ലൈനിൽ കമന്റ് ഇടും, അതെന്റെ ഉത്തരവാദിത്തം. വേറെ എവിടെയും പോയി ഞാൻ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. നിന്റെ അണ്ടർ ഏജിലുള്ള മുണ്ടറിനെ പറഞ്ഞ നീ ഉണ്ടെങ്കിൽ എസൂറി തെളിയിരുന്നിട്ട് ഞാൻ നിന്റെ അണ്ടർ ഏജിലെ കുണ്ടറിനെ പറഞ്ഞെന്ന്. ഓ ഞാൻ പറയില്ല. നീ പറയണ്ട. ഞാൻ വാക്ക് തന്ന മനസ്സിലായി. സോറിടാ. ഗുഡ് കീപ് ഇറ്റ് അപ്പ്. വി ഡോണ്ട് വാണ്ട്. ഞാൻ കണ്ടില്ല. ഇന്നലെ പോലീസിൽ ജോലിയായിരുന്നു. അല്ലല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇസ്രായേലിലുണ്ട്. ഇന്നലെ അവിടെ ഭയങ്കര ഷെല്ലിങ്ങും ട്രബിളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ടെൻഷനില്ല. അതാണ് ഞങ്ങൾ ഗ്രൂപ്പിലൊന്നും അധികം ഡിസ്കഷൻ വരാതിരുന്നത്. എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ സ്റ്റെപ്പിന്റെ അടിയിലെങ്ങാണ്ട കയറിയിരിക്കുകയായിരുന്നു. അവിടെ എന്തോ ന്യൂ ഇയർ ഫംഗ്ഷൻ മുടക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ നിന്ന് ഉള്ള ഷെല്ലിങ് ഉണ്ടായിരുന്നു. അറിയാമല്ലോ, ഒരു ഷെല്ലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ. അപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ഇതെന്തേര് കോപ്പ് എനിച്ചറിയാൻ വയ്യ. കമന്റോ കമന്റ്. ഞാൻ വിചാരിക്കുന്നത് ഇതെന്തോ ഈ കമന്റ് വരുന്നേ, ഇതെന്തിനാ ഇപ്പൊ കമന്റ് ഇടുന്നേ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2 ദിവസമായിട്ട് ഞാൻ ലൈവിലില്ല. അമ്മയുടെ പാടേ ചൂടേ പോയിരിക്കുന്നു. പിന്നെയും കിടന്ന ഞൊയ്. അത് ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ ടൈം ലൈൻ റെഫർ ചെയ്താൽ അറിയാൻ പറ്റും. ഷെഫീനയുടെ ഫോട്ടോ വെച്ചിട്ട് ഇന്ന് കളിയാക്കുന്നു. അവിടെ ഇരുന്ന് കളിയാക്കട്ടെന്ന്. അവർ കളിയാക്കുന്നിടത്ത് നമ്മളുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തുവാ? ആയിക്കോട്ടെന്ന്. നമുക്ക് ധൈര്യമില്ല. നമ്മള് പിന്നെ എന്താ പല്ല് കൊഴിഞ്ഞ സിംഹം തന്നെ. ഒക്കെ ശരിയെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്ത പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുത്താ പോരെ. പിന്നെ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരത്തും കൂടെയാണെന്ന് ഓർത്തോണം. പിന്നെ എന്തോന്ന് ഷെഫീന പറഞ്ഞെങ്കിൽ പറഞ്ഞു എന്ന് പറയണ്ട. ധൈര്യം ഷെഫീന കൊണ്ട്. എക്സാക്ട്ലി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആലപ്പുഴയിൽ ഇവിടെ വന്ന് കെട്ടിക്കയറി താമസിച്ചിട്ട് ആലപ്പുഴക്കാരിക്ക് ഇവിടെ വന്ന് താമസിക്കുക. നമ്മളൊരു റീസൺ ഇവിടെ വന്ന് താമസിക്കുന്നതിനകത്താണ്. വെപ്പാട്ടൻ ഇന്നലത്തെ സുരേഷ് ഗോപി ലെവൽ തെറി വിളിച്ചതിന് കൊടുത്ത മറുപടി സൂപ്പർ. ചേച്ചിയോടാണ് അവന്റെ ഡയലോഗ്. പിന്നെ ഞൊട്ടും ഇവൻ ഞൊളയ്ക്കും. അതാണ് മാറിപ്പോയി അവനാള്. അവന്റെ മറ്റവർക്ക് മാത്രമേ അറിയാവുള്ളൂ, അവന്റെ വെപ്പാട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ നിയമം. വേറെ ആർക്കും നിയമം അറിയത്തില്ല. എനിക്ക് നിയമത്തിനോട് ഒരു ഇതുമില്ല. എന്തിനാണ് ഞാൻ ഇറങ്ങി പോയായിരുന്നു താഴോട്ട് കേട്ടോ. 3 മണിക്കാണ് പോയത്. അല്ല, നീ വൈകിട്ടാണ് പോയത് അല്ലേ? നീ കണ്ടില്ലേ? എന്നിട്ട് ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അവിടെ വന്നിട്ട് ഫോട്ടോ കാണിക്കണം. അപ്പൊ അവര് പറഞ്ഞത് ഈ ചന്തയിൽ നടന്ന് കടന്ന് ആളുകൾ ഓരോന്ന് കാണിക്കുന്നതിന് പോരാ നീ അങ്ങോട്ട് കയറി ചെല്ലടിന്ന്. അവിടെ അമ്മയും മക്കളും അവിടെ ഒറ്റയ്ക്കുള്ളൂ, നീ അങ്ങോട്ട് കയറി ചെല്ലടി. ചേച്ചി എന്താന്ന് പറയാത്തെ? ഹായ് ചേച്ചി, സീൻ എന്താ? ഒരു സീനും ഇല്ല മക്കളെ, ഒരു സീനും ഇല്ല. എന്ത് സീൻ പറയാൻ? വേണ്ട, നമുക്ക് അങ്ങ് പോയില്ല. വായിക്കാൻ പോകുന്നത് അതെ, അത് പറയാൻ വേണ്ടി വന്നേ കേട്ടോ. ഞാൻ ഈ കമന്റ് ഇടുന്ന കുറെ എണ്ണം വന്നിട്ട് എന്റെ മോനെ ചേർത്തൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, അവരെ ചാനലിൽ നിന്ന് ഹൈഡ് ആക്കുന്നതാണ്. അപ്പൊ അതിന് കമന്റ് പറയുന്നുണ്ട് ഞാൻ ഹൈഡ് ആക്കുന്നുണ്ട്. എനിക്ക് വേണ്ടാത്ത വേസ്റ്റുകൾ ഞാൻ ഹൈഡ് ആക്കും, അല്ല ഞാൻ അവരെ വെച്ചിട്ട് കമന്റ് അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവർക്ക് കമന്റ് പറയണമെങ്കിൽ എനിക്ക് സാധാരണ മനുഷ്യരെ കണക്ക് വളരെ സൗമ്യമായി വളരെ മാന്യതയോടുകൂടി കമന്റ് പറയാൻ അറിയത്തില്ലടേ. ഞാൻ തിരിച്ചല്ല പറയും, വെറുതെ എന്തിനാണ് എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ദൂരകളെ നമുക്ക് എന്ത് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെ അടുത്തിരിക്കുന്ന അവൻ നിന്റെ കാലിൽ പിടിച്ചു നിലത്തടിക്കുന്ന സമയം വളരെ ദൂരമല്ല. മക്കളെ എപ്പോഴാടി എന്നെ എടുത്ത് കാലിൽ പിടിച്ച് നിലത്തടിച്ചത്? എന്റെ പൊന്നനെ എപ്പോഴും എടുത്തടിച്ചോടാ പൊന്നോനെ. നല്ല സപ്പരം കേടാ. ചേച്ചി മോനെ കുറിച്ച് പറയും. അവരുടെ അനുഭവം ആയിരിക്കും പറയുന്നത്. അതാണ് കറക്റ്റ്, അത് സത്യം. ചേച്ചി 1 കിലോ കടുക് മേടിച്ചു. ഇല്ലടെ മക്കളെ, ഞാൻ പോയിട്ട് 1 കിലോ കടുക് വാങ്ങിച്ചു ഞാൻ അതിനകത്ത് കയറി ഇരിക്കാൻ വിചാരിച്ചിരിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്ന ആരാ? കാമുകനാണ്. അതെ, എന്റെ കാമുകനാ. ഇപ്പൊ എന്താ? ഹായ് മമ്മ. പേടിയായിരിക്കും അതല്ലേ കമന്റ് പറയുന്ന ഒരു ബ്ലോക്ക്. അങ്ങനെ തന്നെ പേടിയാ, അതുകൊണ്ട് തന്നെ നിന്നെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്തു. പേടിയാന്നേ, ഇപ്പൊ പേടിക്കാൻ പാടില്ലേ? അതപ്പോ എനിക്ക് പേടിച്ചൂടെ? അത്രയല്ലോ. അല്ല വേണ്ട, എനിക്ക് പേടി തന്നെയാ. ഇപ്പൊ എന്താ എനിക്ക് പേടിച്ചൂടെ? അതെന്താ വെള്ളരിക്ക പെട്ടണോ? എനിക്ക് പേടിക്കാം.
എന്നാ എടി അവക്ക് ജ്യൂസി പേടിയാണ്, ഊസി പേടിയാണ്. വേറെ എന്തൊക്കെയുണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെ പണ്ട്, ഇപ്പൊ ശരിയാണെങ്കിൽ മൈലാണ് അത് കേൾക്കുമ്പോ. പിന്നെ മോളെയൊക്കെ പറഞ്ഞു വിടുന്ന കൊള്ളാം. 9ാം മാസത്തി മോള് പേറും, ഇരട്ടാ പേറും, 2 അങ്ങനെ നിൽക്കാണ്. വെല്ലു വിളിച്ചുണ്ട്, വാ വേണ്ട മാന്യമായ ഭാഷ ഇന്നലെ കിട്ടും. അത്ര നിന്റെ തള്ള. ഞാൻ ഡീസന്റ് ആണ്ടോ മോനെ? ചേച്ചി ഇത്തിരി പേടിച്ചു കൂടിയ സമാധാനം കിട്ടും. ഞാൻ എത്ര വിചാരിച്ചു, എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ആ പേടി വരുന്നില്ലെങ്കിൽ ഞാൻ മോനെ കൊണ്ട് പേടിപ്പിക്കും. കരയരുത് മക്കളെ, കരയരുത്. കോമഡി ബോട്ട് ഇന്നലെ വീടിന്റെ 1 മീറ്റർ അകലെ നിന്നിട്ട് ചേച്ചിയോട് ഇറങ്ങി വരാൻ. കോമഡി ഇവിടെ ഈ കാല് വീഴത്തല്ലേ? ഇത് കാല് വീഴാത്ത ഞാൻ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ ഞാനിത് കാണത്തില്ല സത്യം. ഞങ്ങള് പുറത്തിറങ്ങിയത്, ഞാന് കൊച്ചിന് അവിടെ വീട്ടിൽ മോനെ എക്സാം ആണ്, വെറുതെ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയത്. അവന് ഇതിനകത്ത് ഇല്ലല്ലോ, അതിന് നാളെ പരീക്ഷയാണ്, അത് പഠിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. കാശ് കൊടുക്കാനുള്ളവർക്ക് കാശ് കൊടുക്കാൻ നോക്കി എന്റെ പറയണം. ഈ ആലുവയിൽ പോയി ജാമ്യറി പിടിയിട്ടാ പുള്ളി, പോയി ജാമ്യട്. ഇത് കേട്ടിട്ട് തള്ളിക്കൊണ്ടു. സത്യമായിട്ട് എനിക്ക് കണ്ണം പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഇത് കിട്ടിയത്. ചേച്ചിക്ക് എന്തിന്റെ കേടാണ്, ചേച്ചിക്ക് വേറെ ജോലി. അതൊരു ഭൂലോക ഫ്രോഡ്. അത് അവിടെ ഇരുന്ന് കുരക്കിട്ട് ചേച്ചിക്ക് എന്താ, അതാണ് വാസ്തവം. ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടാലും ഞാൻ മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വന്ന് കൊത്തിയാൽ തിരിച്ച് നല്ല മറുപടി കിട്ടും. അതിനകത്ത് തർക്കമേ വേണ്ട. നെയിം ഓഫ് ദ ഡ്രൈവർ അപ്പൊ അറിഞ്ഞിട്ടുണ്ടാ. ഹായ് ചേച്ചി. ഹായ്. ആകാശ ദിവസം സിനിമയെ കണ്ടിട്ട് പോലും ഇത്രയും പറഞ്ഞിട്ടില്ല. ഷാജി, എടാ ഷാജി, നീ ഒരുത്തം കാരണമാണ് എനിക്കിപ്പോ ഈ നീ സൂക്ഷിച്ചോ. ഗ്രൂപ്പിലുള്ളവരുടെ നിങ്ങൾ എല്ലാവരും പറഞ്ഞറിയാൻ എനിക്ക് വേദന ചേച്ചിയുടെ നവായിക്കുള്ള സ്ഥലത്ത് കയറിയ ബോട്ടിന് ട്രസ്പാസിന് കേസ് ഇടയിൽ ഗേറ്റ് പോലും ഇല്ലാതെ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു കാട് പിടിച്ച സ്ഥലമാണ്. ഞാൻ പോയി എന്റെ വീട്ടിന്റെ പരസ്യം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ബോട്ടമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ വസ്തു ഞാൻ വിൽക്കാനിട്ടിരിക്കുന്നതാണ്. എടി ഇനിയൊരു സ്ഥലം കൂടി ഉണ്ടാകുന്ന അറിയില്ല. IOB കോളനിയാണ്. തിരുനെൽവേലി. എന്റെ മാപ്പിളെ കണ്ട് ഉടമ്പര പോവാ, പട്ടണം വിളിച്ചോണ്ട് ഉടമ്പര പോവാ. IOB കോളനിയിൽ ഒന്ന് പോയിട്ട് അവിടെ ഉണ്ട് ഒരു വീട്. അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഹായ് മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയ്ക്കൂടെ ഗോൾ അടിക്കുന്ന ട്രാൻസ്മിഷൻ സ്റ്റേബിൾ ഇവിടെ ഇത് കിട്ടത്തില്ലായിരിക്കും. എനിക്ക് എന്ത് ചെയ്ത് തരുമോ? ഇവിടെ പെയിൻ ഉണ്ട് കേട്ടോ. ഷാജി ബ്രോ മടിയടാ മോനെ ജീവിക്കാൻ. മാറ്റണോ? വിസിബിലിറ്റിക്ക് പ്രശ്നം വരുന്നുണ്ടോ? അല്ല എന്റെ ഡൗട്ട് പറഞ്ഞൂടെ വാവേ. ചേച്ചി എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒരു ബോട്ടിന് പ്രാന്തളവി പ്രാന്തി അവിടെ കിടന്നുണ്ട്. വണ്ടി നിർത്ത്, ഞാനിപ്പ വരും, ഞാനിപ്പ തിന്നും, ഞാനിപ്പ പിച്ചും. നോക്കൂ, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെന്തോന്നിന് വെല്ലുവിളിക്കുന്ന? ഇത് വീട്ടിൽ കയറി തല്ലടി. ബാഡ് സിഗ്നൽ. മോനെ വിട്ടു കാറിന്റെ പിക്ചർ എടുത്തോ. എടേ അതിനകത്ത് കയറിയാ എന്തോ അമ്മക്കറിയത് ഞാൻ കണ്ടില്ല. നമുക്ക് അവിടെ CCTV ഉണ്ടോ? CCTV ഉണ്ടല്ലെന്ന് അറിയില്ല. ആ ചേച്ചി പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. താഴത്തെ കടയിൽ ചേച്ചി പറഞ്ഞു അവിടെ പോയി അവിടെ പോയി എന്തിനാ കാണിച്ചത്. അപ്പൊ അവര് പറഞ്ഞ് കൊണ്ടുപോയി ചവന്നോണ്ട് പോടി. നിങ്ങൾ അവിടെ ജോലിക്ക് പോകുന്നതാണോ? എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ ജോലിക്കൊക്കെ പോകുന്നതാണ്. പക്ഷേ ഞങ്ങളെന്നും ഒരു ചീത്ത വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ചീത്ത വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? അതങ്ങനെ ആരും ചീത്ത വിളിക്കുന്ന വെച്ചാൽ പറഞ്ഞ് ചീത്ത വിളിക്കുന്ന സൗണ്ട് കേൾപ്പിച്ചിട്ട് ഇതൊന്നും ഇവിടെ കേൾപ്പിക്കേണ്ട, അവരതും അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാനും അതുകൊണ്ട് തലം വിട്ട് ഞാൻ പോയി ഹൗസ് ഓണർ വിളിച്ചിട്ടുണ്ട്. ഹൗസ് ഓണർ കിട്ടാനായിരിക്കും. മോളെങ്ങനെ പറഞ്ഞു വിടലടി കണ്ടെടുത്തൊക്കെ വയറ്റിലാക്കിക്കൊണ്ട് വരും കേട്ടോ. പറഞ്ഞില്ലെന്നുണ്ട് അവൾ ഉപദേശിച്ചൊന്നും വേണ്ട കേട്ടോ. നല്ലതും പറഞ്ഞാലും നിനക്ക് കുഴപ്പമാണ്. എന്നില്ലെങ്കിലും പായം തകഞ്ഞ കുട്ടിയില്ല. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അന്തസ്സായിട്ട് ജീവിക്കാനാണ്. ഗുണ്ടായിട്ടല്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ യാതൊരു പ്രവൃത്തിയും പോയി ചാടാറുണ്ട്. അതാണ് നിനക്ക് കിട്ടാത്തത്. ഞവളം കിട്ടാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഗുണ്ട ഇരുന്നുണ്ട് പറയുന്നത് ഈ ഹരി ചമാനം പങ്കാത്ത കൈവേരി. ഈ മനോജിന് ഒരു ദിവസത്തെ അടിയുണ്ട്. ഒരു കാര്യമില്ലാണ്ട് കാലത്ത് എന്നെ വിളിച്ചോണത്. ഞാൻ
അത്രയും നേരം അതേ ഷിതയുടെ വിഷയം അറിഞ്ഞ് ഞങ്ങളൊക്കെ ഡിസ്റ്റേബ് ആയി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിന് സമയമില്ല. ഇതിന്റെ സമയത്താണെങ്കിൽ ഒരു കാർഡ് വിളിച്ചിട്ട് പറയുന്നില്ല. അവിടെ എന്റെ കുടുംബ വീട്ടിലോട്ടെല്ലാം പറഞ്ഞില്ലേ, അവിടെ ചില പറ വീഡിയോ സിഗ്നൽ കട്ട് ആകുന്നുണ്ടല്ലോ, ഞാൻ ട്രാവലിലുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഒരിടത്ത് എത്തും. ഞങ്ങൾ പറയൂല, പറഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്ത് തല്ലിയാലോ, നമുക്ക് പേടിയല്ല. ദൂരണ്ടോ? തിരിയാം. ഷിതയ്ക്കല്ല, എമിക്കൂട്ടൻ എമിയൊക്കെ അവിടെയാണ്, ഇസ്രായേലിലാണ്. അപ്പൊ എന്നാലും അവിടെ എന്തോ ഷെല്ലിങ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെ അടുത്തും സൂക്ഷിച്ചിരുന്നോളാൻ പറഞ്ഞു. എന്തിനീ ഈ ടീംസിന് എന്തിന്റെ സോക്കേടാണോ എന്താ, എന്തിനാണ് ഇങ്ങനെ, ഇതാണോ മത്സരം? അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിരുന്നു. നിങ്ങളെ ഒരുത്തൻ ഇരട്ടത്ത് ഒളിച്ചിരുന്ന് ചീത്ത വിളിക്കുന്നു. ഇരട്ടത്തിരുന്ന് വിളിക്കുന്ന അവിടെ ഇരുന്ന് വിളിക്കട്ടെ മക്കളെ, നമ്മളെന്തോന്ന് ചെയ്യാൻ ചെയ്താനെ മോനിട്ടാ ചക്കര ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും ഷെഫീന മാമിന് വസ്തു വിൽപ്പനയ്ക്ക് പരസ്യം കൊടുക്കുന്നുണ്ട്. എക്സാക്ട്ലി ഞാനും അതിനാണ് ആലോചിച്ചത്. നല്ല വസ്തുവാണ്. ഞങ്ങളത് പ്ലോട്ട് തിരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഏക്കർ ഉണ്ട് മൊത്തം. അതിന് ഞങ്ങൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ, ആ കാണുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലെ അവിടുന്ന് 3 മീറ്റർ ലൈൻ ഇട്ടിട്ട് ഞങ്ങൾ 10 സെന്റ് വെച്ചും കൊടുക്കും, 15 വെച്ചും കൊടുക്കും കേട്ടോ. ആവശ്യമുള്ളവർ സമീപിക്കുക. സെന്റിന് 1 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതിൽ താഴ്ത്തിയും കൊടുക്കും, കുറച്ച് കൂടുതൽ എടുക്കാൻ. ഒരു 50 സെന്റ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് ഒരു 80,000 കൊടുക്കും. അത് സെന്റിന് 80,000 രൂപ കിട്ടിയാലും കൊടുക്കും. അതൊന്നും കണ്ടോണം കേട്ടോ. പല്ലുവേദന മാറിയിട്ടില്ലേ? പല്ലുവേദനയല്ല, പല്ല് വലിച്ചുറച്ചെടുത്തെടുത്ത് ഉണ്ട്. സംസാരിക്കരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ഇന്നലേക്ക് എത്ര നേരം ഇരുന്ന് വീഡിയോ ഇട്ടു. എന്നിട്ട് ഇപ്പോൾ കൊണ്ടിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിടത്താണ്. അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ ഇതിടാൻ പോയ സമയത്ത് 2 ദിവസം ഉണ്ടായിരിക്കാൻ പറഞ്ഞപ്പോൾ ഇതേപോലെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് കമ്പൽസറി നമ്മൾ ലൈവിൽ വരുന്നതാണ് കായി. അപ്പൊ പിന്നെ നമ്മൾ സംസാരിച്ച് പിന്നെ എനിക്കത് ഇൻഫെക്ഷൻ ആകും. നീ കിടന്നു നിർത്ത്, ആളില്ലാത്തടുത്ത് നിർത്ത്, അടിക്കണ്ടേ? ഇത്തവര് ഹായ് പറയും. ഹായ് ഷീബു. സ്ക്രീൻ റെക്കോർഡാണല്ലോ, സബ് ചെയ്തു കൊന്നു. എന്തായത് മനുഷ്യരെ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇങ്ങോട്ട് വന്ന് തെറി വിളിച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? തിരിച്ചങ്ങോട്ട് കൊടുക്കാല്ല നിവർത്തി എന്താണ്? നിങ്ങൾ എന്നെ പറഞ്ഞു ഒരു കാര്യമോ ഇല്ലാണ്ട് കിടന്ന കുട്ടിക്കുടിപ്പരി വിസാ തട്ടിപ്പുകാരി അലവലാതി കൊണ്ടായവൾ. 44 കേസുണ്ട്. 44 കേസ്, 1-2 അല്ല. നാട്ടുകാരെ പണം പറ്റിച്ച കേസ് എല്ലാ ജില്ലയിലും ഉണ്ട്. ഒരു ജില്ല വിടാതെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജില്ലയിലും ഉണ്ട് ഈ സർക്കസ്. മലപ്പുറം പോത്തോല സ്റ്റേഷനായിട്ട് പിടിച്ചതിന്റെ റിസൾട്ടാണ് ഞാൻ കൊണ്ടുവന്ന് ടൈം ലൈൻ ഇട്ടിരിക്കുന്നത്. നാട്ടുകാർ പിടിച്ച് അടിച്ച് പറ്റിച്ച് വിട്ടുകൊടുത്തു. കണ്ണാടിയൊക്കെ പോയി സാറേ, കണ്ണൊക്കെ അടിച്ച് പൊട്ടിച്ചു സാറേ, കണ്ണെല്ലാം പോയി സാറ്, കണ്ണെല്ലാം പോയി സാറേ. വണ്ടി ഒതുക്കി നിർത്തും. അപ്പൊ അവരെ തല്ലണ്ടേ? വേണം വണ്ടി ഒതുക്കി. പേടിച്ചിട്ട് എടി ആ അണ്ണാപ്പനെ കൊണ്ട് വരല്ലേ. ചെറുക്കന്മാര് നല്ല വെകിടത്തര അടിച്ചിന്റെ പൊട്ടിക്കോ മതി. പോണ അണ്ണച്ചി വീട്ടിൽ ഇവിടെ ജംഗ്ഷനിലാണ്. ഓക്കെ, റെക്കോർഡ്. അവർക്ക് ഒരു പണിയുമില്ല. അപ്പോൾ ഇടയ്ക്ക് ശല്യെടുത്ത് സത്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ആലോചിച്ച് ചോദിക്കാണ്. ആ കുട്ടി പാവാതെ ഒറ്റയ്ക്ക് എവിടെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു കളഞ്ഞിട്ട് വരെ നല്ല ശമ്പളമാണ്, വേറെ ഇവിടെ ഒന്നും കിട്ടത്തില്ല. പിന്നെ അവിടെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. സോറി അവിടെ ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും മീൻസ് ഹോൾഡ് ചെയ്ത് വെക്കണം. അത് മടങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ടാണോ? വീഴൂടാ. നിങ്ങൾ ഇത് കാണുക. അപ്പൊ ഇനി ഈ വിഷയം പറഞ്ഞിട്ട് എന്റെ ടൈം ലൈനിൽ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് ദയവ് ഇത് വരരുത് കേട്ടാ. ദയവ് ചെയ്തിട്ട് ശല്യം ചെയ്യാതെ ദയവ് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് വരാതിരിക്കുക. ഒരു വേഷ പെണ്ണുമ്പുള്ള അത്യാവശ്യം അറ്റൻഷൻ സീക്കിങ്ങിന് അവിടെ കിടന്ന് കൊണയടിക്കുന്നതാണ്. അവളെ അറ്റൻഷൻ സീക്കിങ് എനിക്ക് താഴത്തെ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്രിമിനൽ കൂട്ടായ്മയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ആളെ കിട്ടത്തില്ല. ഇത്രയൊന്നും പോരാ, ഇത്രയൊന്നും തന്നതൊക്കെ പോരാന്നാണ്. ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴത്തേക്ക് മനുഷ്യന്റെ ക്ഷമയുടെ നെല്ലിപ്പലകെ അങ്ങ് നഷ്ടപ്പെടും. മനസ്സിലായോ? ഒരു പരിധിയിൽ കൂടുതലായിപ്പോയി. ചുമ്മാ കിടന്നത് കൊണയടി വ്യാപാരം. അവിടെ എന്റെ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് പൂക്കുറ്റി അടിപ്പിച്ച് വിട്ടുകൊടുക്കൂലേ. ഓരോരുത്തരെ വീട്ടിൽ പോയി കയറുന്നത് അടിച്ച് പറ്റിച്ച് വിട്ടുകൊടുക്കൂലേ. അവരാരെങ്കിലും എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. എന്റെ പെറ്റ തള്ളേ പറഞ്ഞത്. ഇവക്ക് എന്റെ തള്ളേ പറയാം, ഇവക്ക് എന്റെ കുട്ടികളെ പറയാം. ഞാൻ തിരിച്ചു പറയുമ്പോൾ നോക്കുന്ന അതെന്തോന്ന് കളി? അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, അത് നമ്മൾ കേട്ടോണ്ടിരിക്കണം. അതൊരു പുതിയ നിയമമാണല്ലോ. അതും ഒരു കേസിലോ ഒരു രീതിയിലുള്ള തട്ടിപ്പിലോ വെട്ടിപ്പിലോ ഒരു ഇതിലും ഇല്ലാത്തതാണ് ഞാൻ. ഇന്നവരെ ഇല്ല. എനിക്ക് അഭിപ്രായങ്ങളുണ്ട്, അത് ഞാൻ എവിടെയും പറയും. എന്റെ അഭിപ്രായ നിലപാടുകളും ഉണ്ട്, അതെനിക്ക് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതിന്റെ അർത്ഥം എന്റെ കുഞ്ഞുങ്ങളെ എന്ത് പറഞ്ഞളയാന്നല്ല, എന്ത് തോന്നിയാസം പറഞ്ഞളയാന്നല്ല. ഇളയ കുട്ടിയെ സൂയിസൈഡിന് ശ്രമിച്ചു, മൂത്തവൻ എന്റെ ഒപ്പം ജീവിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് എത്ര ദേഷ്യം വരും. ഫീച്ചോ ഇറങ്ങില്ല, ചുറ്റും നോക്കുക. ആ ശരിയാ, ആരെങ്കിലും ഉണ്ടെങ്കിലാ പേടിക്കണം. ടു ഡേഞ്ചറസ്. ഒളിച്ചിരിക്കും. അവളെ ജന്നലിന്റെ അതിനകത്തുണ്ട്, ജന്നലിന്റെ മറവിലിരിക്കുന്നു, ജന്നലിന്റെ പിന്നിലിരിക്കുന്നു.
മക്കളെ വളർത്തുന്നതാണ്. അതങ്ങനെ വരുള്ളൂ. അത് ജാതിയിലുള്ളത് തോത്താ പോകത്തില്ലല്ലോ. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ ബാഡ് വേർഡ്സ് പറയുന്നില്ല? എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള ഒരു പ്രസവത്തിൽ പോയി നിൽക്കുന്നില്ല? എന്തുകൊണ്ട് പോകുന്നില്ല? അതാണ് വളർത്തുന്ന രീതി. ആ നാട്ടുകാരുടെ തലയിൽ കയറാനല്ല ഞാൻ മക്കളെ പ്രസവിച്ചത്. നാട്ടുകാരുടെ തലയിലോട്ട് പാഞ്ഞു പിടിച്ച് കയറാനല്ല. കൂട്ടിക്കൊടുപ്പുകാരി നടക്കുകയാണ്. ഏത് നേരവും എന്റെ കൊച്ചുങ്ങൾ കഴിഞ്ഞ കുറെ ദിവസത്തെ എന്റെ ടൈം ലൈൻ എടുത്ത് നോക്കാം. എന്റെ വിഷയങ്ങൾ എന്ത്, ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ത്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. അവളെ ചാനലിൽ പോയി നോക്കാം. കംപ്ലീറ്റ് ഷെബീന. ഇവക്ക് എന്തിന്റെ കേടാണ്? എന്നാ തെളിവ് വയ്ക്കട്ടെ. എന്തെങ്കിലും ഒരു മൈത്താണ്ടി ഉണ്ടോ? എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ? കോടതി പോലും പറഞ്ഞത് ഓൺലൈൻ ജേർണലിസ്റ്റാണ്. പിന്നെ ഇരുന്നോണ്ട് കൊണ ഇത് കേട്ട് ഞാൻ പട്ടി പോലും വായിക്കാതെ മൈൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് എന്റെ പാടെ ഇരിക്കുമ്പോ വീണ്ടും വന്നിട്ട് ഇവക്ക് എളുപ്പം ഉണ്ടാവും അങ്ങ് കയറാനായിട്ട്. ഇവിടെ മിണ്ടായി അവളെന്റെ മെസ്സേജ് വായിക്കാതെ. ഷെബീന ചേച്ചി, ഞാൻ ഇപ്പോഴാ ലൈവ് വന്നത്. ഇന്ന് എന്താ വിഷയം? ആരാ ഇന്ന് പൊങ്കാലയിടുന്നു? ഏതാണ്ട് ആവശ്യമാണ് ആക്കില്ലേ? എടാ, ഇന്നലെ മുതലേ ഒരുത്തി എന്റെ വീട്ടിൽ പോകുന്നു, എന്റെ കക്കൂസ് നോക്കുന്നു, ഞാൻ എത്ര അപ്പിയിട്ട നടക്കുന്നു, എന്റെ ഉമ്മച്ചി എവിടെ തൂറിന് നോക്കുന്നു, എന്റെ ഉമ്മച്ചിയുടെ തീട്ടത്തിന്റെ കള്ളർ എന്തായിരുന്നു നോക്കുന്നു. അങ്ങ് ചുറ്റി വാടാണ്. ഞാൻ വീടിനകത്തിരിക്കുന്ന, ഞാൻ വൈകുന്നേരം ലൈവ് വന്നപ്പോൾ പലരും വന്നിട്ട് എവിടെയാന്ന് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വന്നിട്ട് പട്ടി ഷോ കാണിച്ചിട്ട് പോയി. അപ്പൊ താഴെയുള്ള കടയിലൊക്കെ കൊണ്ടുപോയി എന്തായാലും വീഡിയോ കാണിച്ചത്, ഞാൻ തെറി പറയണ വീഡിയോ കാണിച്ചത്. അപ്പൊ അവളൊന്നും എഴുതിയിട്ട് ആരും കാണത്തില്ല, മനസ്സിലായ? അവൾ എഴുതിയിട്ട് നമ്മൾ തിരിച്ചു പറയും. നമ്മൾ പറയണ മാത്രം എടുത്തോണ്ട് അങ്ങോട്ട് പോകും. എന്നെ തെറി വിളിച്ച് ഇവള് വിളിക്കുന്നത് മന്ത്രം. അതും കൂടെ ഇരിക്കുന്ന നായിന്റെ മടാ. അവളെ മുമ്പിലിട്ട് നീ ഒരുമാതിരി കൊണ വർത്താനാണ് നായേ. നീ പെണ്ണുങ്ങളെ തെറി വിളിക്കുന്നുണ്ടല്ലോ നാറി. എന്റെ സാമാനം അടിച്ചാൽ പൊളിക്കും പമ്മിക്കുറന്നെ. നീ ആരെടുത്ത് കളിക്കുന്നത് മുറിയേണ്ടി തക്കാളി മോനെ. ആ പേര് ഒന്നുകൂടി പറയുമോ? എങ്ങനെ രോഷം കൊള്ളാൻ? ഫിജോ ജോസഫ് എന്താ പേര് പറയണ? ഇപ്പൊ എന്താ പ്രശ്നം? പിന്നെ തോന്നിവാസവും പോക്കൃത്തരവും കൊച്ചുങ്ങളെ വെച്ച് പറയണതാ. എന്റെ കുട്ടികളെ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. അതിൽ കുറെ വാണങ്ങളെ കമന്റാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പറയണു. ആ അവർക്ക് പറയാം, എന്റെ കുഞ്ഞുങ്ങളെ പറയാം. എന്റെ കൊച്ചു പഠിച്ചടി, നീ എന്റെ നേരെ നോക്കിക്കൊണ്ട് നടക്കണ്ട. എന്റെ കൊച്ചുങ്ങൾ പഠിക്കോ പഠിക്കാതിരിക്കോ നാട്ടിലുള്ളവരെ തല്ലാൻ കയറുന്നില്ലല്ലോ. എന്റെ മക്കൾ ആരെയും വീട്ടിൽ കയറുന്നില്ലല്ലോ അടിക്കാനായിട്ട്. ഗുണ്ടിയായിട്ടൊന്നുമല്ലോ എന്റെ കുഞ്ഞ് ജീവിക്കുന്നത്. ഗുണ്ടിയായിട്ടോ ജീവിക്കുന്ന ഇതില് പിന്നെ ഈ സെക്സ് മാർക്കറ്റിലെ പെണ്ണുങ്ങൾ അടിക്കാൻ പോകുന്നതാണ് മക്കളെ പറഞ്ഞു വിട്ടിട്ട് എന്റെ കൊച്ചിനെ പറയുന്നത്. എന്റെ കുട്ടികൾ എവിടെ പോകുന്നു? പൂറി മക്കളെയൊക്കെ എടുത്ത് ദൂരെ കളയാളെ. നെറ്റ് ഇഷ്യൂ ഒന്നുമില്ല, വെറുതെ അവരുടെ വീഡിയോ കൂടി ചുമ്മാ അറിഞ്ഞു വെക്കാലോ. എന്റെ ഷെഫീനാത്ത അതിന് എന്തിനൊക്കെ മറുപടി കൊടുക്കുന്നേ? ചുമ്മാ ഫേമസ് ആക്കല് ആണെന്നേ. ഇത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറെ ദിവസം മിണ്ടാതിരുന്നത്. നമ്മളായിട്ട് ഹൈപ്പ് കൊടുക്കണ്ട, നമ്മളായിട്ടൊന്നും പറയണ്ട. നമ്മൾ മിണ്ടാതിരിക്കും. എന്തോരം തള്ളി കയറ്റുവാണെന്ന് അറിയാമോ? എന്തോരം തള്ളിച്ച് എന്തൊരു തള്ളലാണെന്ന് അറിയാം. പാതിരാത്രി വൈകുന്നേരം നമ്മുടെ വീട്ടിൽ വന്നിട്ട് കിടന്ന് ഷോ കാണിച്ചു. എവിടെ? നമ്മുടെ വീടിന്റെ താഴെ വന്ന് ഷോ കാണിച്ചു. ഞങ്ങൾ പട്ടി പോലും മൈൻഡ് ചെയ്തില്ല. പട്ടിക്ക് വില കൊടുത്താലേ അവർക്ക് വില കൊടുക്കുള്ളൂ. മൈൻഡ് ചെയ്യാൻ പോയില്ല. പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ തിരുവനന്തപുരത്ത് അവൾ കണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ലൈവ് ഇടുന്നത്. ഞാൻ എന്തായാലും വെളുപ്പിനെ അങ്ങ് എത്തത്തില്ല. പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് ഇവിടെ വടിയെന്ന് വിളിക്കുന്നത്? ഇതൊക്കെ കാണുന്ന കുറെ വാണങ്ങൾക്ക് സന്തോഷം. അതിനപ്പുറം എന്താ? വേറെ ആരോ അപ്പി മോഷ്ടിക്കുന്നുണ്ടോന്ന് അറിഞ്ഞു വന്നതാവും. 10 വർഷം എഗ്രിമെന്റ് അല്ലേ? അത് ശരിയാണ്. ഒരുത്തരുന്നോണ്ട് ഗീറോൺ അടിക്കുന്നതാണ്. ഞാൻ എന്റെ ചെലവിൽ ഇവിടെ കൊണ്ടുവന്ന് എത്ര രൂപ ചെലവ് തന്ന് 1,30,000 രൂപ എന്റെ വാങ്ങിച്ച് നക്കിയിട്ടിരിക്കുന്നവനാണ് പറയുന്നത്. എന്റെ ചെലവ് നിനക്ക് എന്തെങ്കിലും പുടുക്കിയിരിക്കുന്നതാ. ഇവിടെ പോയി ഇത് കണ്ടില്ലേ? ഒരു പാട്ട വീട്. അടി ഉണ്ടാക്കിയല്ലേ ഒരു പാട്ട വീട്. പപ്പാട്ടന്റെ കൂടെ അല്ല, അധ്വാനിച്ച് തനിച്ചുണ്ടാക്കിയ വീടാ അത്. നിനക്കൊരു 10 സെന്റ് ഉണ്ടാ? പാട്ട് 1 സെന്റ് ഭൂമി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാ? ഇത്രയും പൈസ തട്ടിച്ചും വെട്ടിച്ചും എടുത്തല്ലാതെ 1 സെന്റ് ഭൂമി ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. അന്തസ്സുള്ളൊരു വീട് വെക്കും, കഷ്ടപ്പെടും, ജോലി എടുത്ത് വീടുണ്ടാക്കും. അത് കണ്ടിട്ട് അണ്ണാക്കിരുന്നോണ്ട് ഉണ്ടാക്കരുത്. ഹായ് ചേച്ചി. ഹാടാ മുറിയണ്ടി. സുഖല്ലേടാ? എന്തിനാ സംസ്കൃതി മുറിയണ്ടി? മോനെ സൈഡിൽ നിർത്തുമാനെ. ആളില്ലാത്തടത്ത് നിർത്ത് മക്കളെ. നമുക്ക് കയറി അടിക്കണ്ടേ? 2 പേരെ പോയി അടിച്ചിട്ട് വാ. കൊണ്ടുപോയി എല്ലാവരും വീഡിയോ കാണീര്. നാളെ ഞാൻ പോസ്റ്റർ ഒട്ടിക്കും. എന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഒട്ടിയിരുന്നീ പോസ്റ്റർ. ഇതൊക്കെ ഏറ്റുമാനൂർ പോലീസുകാരെ പറഞ്ഞാൽ മതി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ അവരാണ് ഈ വളം വെച്ച് കൊടുക്കുന്നത്. അതും ന്യായം. ടിജോന്റെ വീടിന്റെ മുമ്പിൽ മകളെ അവർക്ക് വീട് എവിടെ ഇരിക്കുന്നത്? തോപ്പിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ വീടാണ്? ഏത് വീട്ടിന്റെ മുമ്പിൽ പോയി മാസം കാണിക്കാൻ? നിനക്കൊക്കെ മാസാ കൂസാക്കാൻ നീ പോയി കാണീരേ. എന്നെ പറയണേ ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അത് എന്നെ ധാരാളം. കൊച്ചുങ്ങളെ കൈ കിട്ടിയാൽ കൈ പറ്റി പോകും, അത്രേ ഉള്ളൂ. മോളെ പറഞ്ഞു വിട്ടാൽ മോൾ 9 കഴിയുമ്പോൾ പെറും, അത്രേ ഉള്ളൂ. കീറുകയും ചെയ്യും താമാനം. ഈ കീറുവാണൊന്നും രാവിലെ കണ്ടില്ലല്ലോ. ആടി ഞാൻ ഇവിടെ ഇരുന്നിട്ട് തിരുവനന്തപുരത്തോട്ട് കീറുവാണിക്കാം. പെണ്ണുപിള്ളേർ വീഡിയോ എല്ലാം കാണിക്കുന്നെങ്കിൽ അവര് ഒരു വീഡിയോക്കാരെ ആർക്കും അങ്ങനെ ഫേമസ് ആയതൊന്നും അതൊക്കെ വേറെ ആരെങ്കിലും വീടാകും.
ആയതാണ് പാവം ആരാ ഏത് എനിക്കറിയത്തില്ല. റൊണാൾഡോ മെസ്സി ആരാ ഗജോ നിന്റെ അച്ഛൻ? അത് കോമഡി പറയുന്നതാണ് അതിന്റെ ഇടയ്ക്ക്. പോയി പണി നോക്കി. അതിന് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്, പോയി ചിരപ്പ് നോക്ക്. ഇപ്പോ ചോരം കറിയും വൈകി മാപ്പിളാറുമ്പോ വിളമ്പി കൊടുക്കണ്ടേ. ഇപ്പൊ ചേച്ചി യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടടാ. കഴിഞ്ഞ തിളപ്പ് തീർന്നോ? ആരും ഇല്ലാത്തപ്പോഴല്ല ആളോടൊപ്പം വരണം. വന്നപ്പോഴത്തേക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷെ അതും പോരാതെ അടുത്ത ദിവസം നാട്ടിൽ പോയിരിക്കണം. ആളില്ലാത്ത വീട്ടിൽ ഇരവിപുര സ്റ്റേഷനിൽ വിളിപ്പിച്ചായിരുന്നു. സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് കെട്ടിയതാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മാസ് കാണിക്കുന്നുണ്ട്. ചെരുപ്പൂരി അടിക്കാൻ ആളില്ലാത്തോണ്ട് അടിച്ച് പൊട്ടിച്ചു വിട്ട് കൊടുക്കണം. നല്ല പാര വാങ്ങിച്ച് കൈ വെച്ചേക്കണം. കയറി ആട്ടിച്ചങ്ങ് പൊട്ടിക്കണം. അത്ര തന്നെ. അറിഞ്ഞ് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കണം. വീട്ടിൽ കയറി തല്ലിയാൽ അതിനകത്ത് ഒരു മാറ്റമില്ല. ആട്ടിച്ചങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കണം. നെറ്റ്വർക്ക് കുറവായിരിക്കും. പക്ഷെ എന്റെ നെറ്റ് യൂസ് ചെയ്യുന്നില്ലേ? എന്റെ നെറ്റല്ലേ യൂസ് ചെയ്യുന്നത്? അപ്പൊ എങ്ങനെ കുറവ് അറിയത്തില്ല. ട്രാൻസ്മിഷൻ ഈ അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നുണ്ടാ കുട്ടു. ഇപ്പൊ സെറ്റായി. ഇപ്പൊ നിർത്തിയിടാം. നിർത്തിയിരുന്നോ? വേണ്ട വേണ്ട, നമുക്ക് അവിടെ പോയി കഴിക്കാം. എനിക്ക് വിശന്ന് പോകാൻ. പോടാണ്ടാക്കില്ലേ എന്തെങ്കിലും മൈത്താണ്ടി കാണിക്കട്ടെ. മയില് വേണം കൊണത്തള്ള. അവരുടെ ചെലവിലാണോ നിൽക്കുന്നത്? അല്ല, അത് അവര് ചോദിച്ചല്ല. അവര് ന്യായമായി ചോദിച്ചു. അതെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും ഒരു കടയിൽ പോകുമ്പോൾ അവളും വെപ്പാട്ടനും വന്നിട്ട് ആരുമില്ലാത്ത റോഡിൽ കിടന്ന് പട്ടി ഷോ കാണിക്കുന്നുണ്ടായിരുന്നിട്ട്.